കഞ്ഞി കുടിക്കാൻ BPL കാർഡിന് അപേക്ഷിച്ചുമെങ്കിലും അത് സാങ്കേതികത്വത്തിന്റെ ചുവപ്പുനാടയിൽ കുരുങ്ങി. കാട്ടാന വിലസി നടക്കുന്ന ഭൂമിയാണെങ്കിലും സർക്കാർ രേഖകളിൽ സുബ്രഹ്മണ്യ ഭൂമുടമയാണ്. എന്നാൽ സുബ്രഹ്മണ്യൻ ഈ ഭൂമി ഉപേക്ഷിച്ചിട്ട് 2 വർഷമായി വാടക വീട്ടിലാണ് താമസം. അതിനിടയിൽ അലട്ടുന്ന ക്യാൻസർ എന്ന മഹാവ്യാധിയും. ഇതൊക്കെ തന്നെയാണ് അയ്യൻകുന്നിലെ സുബ്രഹ്മണ്യനെ നവകേരള സദസ്സിലേക്ക് പരാതി എഴുതി ആത്മഹത്യ ചെയ്യാൻ പ്രേരിപ്പിച്ചതും. എന്നിട്ട് ആ മൃതദേഹം പൊതുദർശനത്തിന് വെച്ചതോ സുഹൃത്തിന്റെ വീട്ടിലും. അതിനു പോലുമുള്ള സൗകര്യം സുബ്രഹ്മണ്യന്റെ വാടക വീട്ടിലില്ല. വന്യജീവി ശല്യത്താൽ കൃഷി ഉപേക്ഷിക്കേണ്ടി വന്ന മനോവിഷമത്തിലായിരുന്നു. സ്ഥലമുള്ളതിനാൽ ലൈഫ് മിഷൻ പദ്ധതിയിൽ അർഹതയുണ്ടായിരുന്നില്ല. സ്ഥലം ഉപയോഗിക്കാൻ കഴിയാത്തതിൽ വിഷമമുണ്ടായിരുന്നു എന്ന് മകൾ സൗമ്യ പറയുന്നു. അയ്യൻകുന്ന് പഞ്ചായത്തിലെ മുടിക്കയത്ത് 2 ഏക്കർ 20 സെന്റ് സ്ഥലവും വീടും സ്വന്തമായി ഉണ്ടായിരുന്നു. അതിനാൽ അതിൽ കൃഷി ചെയ്തായിരുന്നു അവരുടെ വരുമാനം. എന്നാൽ കാട്ടാനയുടെ ശല്യം രൂക്ഷമായതോടെ അവിടെ ജീവിക്കാൻ കഴിയാത്ത അവസ്ഥയായി. 2 വർഷങ്ങൾക്ക് മുൻപ് വീടും സ്ഥലവും ഉപേക്ഷിക്കേണ്ടി വന്നു. നാട്ടുകാർ ഒതുക്കിക്കൊടുത്ത വാടക വീട്ടിലായിരുന്നു പിന്നീട് താമസം. വരുമാനവും നിലച്ചു. ചികിത്സയ്ക്ക് വേണ്ടി വന്നതോടെ 4.5 ലക്ഷത്തോളം രൂപ കടക്കെണിയിലുമായി. വാർദ്ധക്യ പെൻഷനും ഭാര്യയുടെ തൊഴിലുറപ്പുമായിരുന്നു വരുമാന മാർഗം. എന്നാൽ ഇപ്പോൾ അതും നിലച്ചു. ഇരട്ടിയിൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും നവകേരള സദസ്സിലെത്തുമ്പോൾ നൽകാൻ ഒരു ഹർജി സുബ്രഹ്മണ്യൻ തയ്യാറാക്കിയത് വീട്ടിലുണ്ടായിരുന്നു. സ്ഥലം ഉപയോഗശൂന്യമായതും വീട് കിട്ടാൻ തടസ്സം നീക്കണമെന്നും മകളെ കൊണ്ട് എഴുതി അപേക്ഷിച്ചിട്ടുണ്ട്. എന്നാൽ ആ അപേക്ഷയിലും പ്രതീക്ഷ നഷ്ടപ്പെട്ടതിനാലാവാം നവകേരള സദസ്സിന് കാത്തുനിൽക്കാതെ സുബ്രഹ്മണ്യൻ മടങ്ങിയത്.